സെക്രട്ടേറിയറ്റിന് മുന്നിൽ വുമൺ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. അനിശ്ചിതകാല നിരാഹാര സമരത്തിൽ പങ്കെടുത്ത ഒരാൾ കുഴഞ്ഞു വീണു. ഉദ്യോഗാർത്ഥികൾ കണ്ണുകെട്ടി മുട്ടുകുത്തി പ്രതിഷേധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഹാൻസ് ജോണാണ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നത്. ഹാൻസ്, നേരത്തെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ മെൻസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു സമരം ഉണ്ടായിരുന്നു. വലിയ ദീർഘകാലം നീണ്ടുനിന്ന സമരമായിരുന്നു. പക്ഷേ ആ റാങ്ക് പട്ടികയിലെ മുഴുവൻ ആളുകൾക്കും നിയമന ഉത്തരവ് ലഭിച്ചില്ല. ഈ റാങ്ക് പട്ടികയുടെ കാലാവധി എത്ര നാളാണ് ഹാൻസ്? ബിന്നിൽ തീർച്ചയായും ഈ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ നിയമനം ലഭിക്കാത്തത് വലിയൊരു തലവേദന തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഈ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത്. ആശാസമരം നടക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വനിതകൾ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ നിരാഹാര സമരത്തിന്റെ 2ാം ദിവസമാണ്. ബിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന്റെ കാലാവധി ഈ മാസം 19-ന് അവസാനിക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇത്രയും നാളായിട്ട് ഒഴിവുണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിയമനം നടക്കുന്നില്ല. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ 967 ഉദ്യോഗാർത്ഥികളിൽ 259 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ നൽകിയിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇവർ നിരാഹാര സമരവും ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളായി ഇവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇത്തരത്തിൽ നിരാഹാരം ആരംഭിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ 2 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെലീന എന്നുള്ള യുവതിയെയും അതിനോടൊപ്പം തന്നെ അഞ്ജന എന്നൊരു പെൺകുട്ടിയുമാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബാക്കിയുള്ളവർ കണ്ണു മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അവരോട് തന്നെ പ്രതികാരം ചോദിക്കാം. എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ ആവശ്യം? എന്താണ് നിങ്ങളുടെ പ്രധാന ആവശ്യം? 60% പേർക്കെങ്കിലും നിയമനം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. കാരണം ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഇപ്പം ഈ ആകെ 12 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെ നടന്നിരിക്കുന്ന നിയമനങ്ങൾ എന്ന് പറഞ്ഞാൽ 213 ഫ്രഷ് വേക്കൻസിയും പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ഒരു 19 ഫ്രഷ് വേക്കൻസി മാത്രമാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ കാലാകാലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത് വന്നിട്ട് 750+ വേക്കൻസികളായിരുന്നു, അഡ്വൈസുകൾ പോയിരുന്നു. ഇത്തവണ നേരെ ചുരുങ്ങി വെറും തുച്ഛമായ ആൾക്കാർക്ക് മാത്രമാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കട്ട് ഓഫ് ആയ 60.67 ആയിരുന്നു വുമൺ CPOയുടെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതുവരെ CPOക്കോ WCPOക്കോ ഏത് എക്സാമിലും അങ്ങനത്തെ വന്നിട്ടില്ല. ഫോഴ്സിലുള്ള അങ്ങനത്തെ ഒരു കട്ട് ഓഫ് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 15% എന്നാക്കുമെന്ന്, വനിതകളെ 15% ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിസ്റ്റും അടുത്ത ലിസ്റ്റും ഇനി വരാൻ പോകുന്ന ലിസ്റ്റ് എടുത്താൽ പോലും അങ്ങനെ 15% ആവില്ല. അതിന്റെ ഇടയിലാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ഇല്ലാത്ത 9:1 എന്നുള്ളൊരു അനുപാതം കൊണ്ടുവന്നത്. 9 പുരുഷന്മാരെ എടുക്കുമ്പോൾ 1 വനിതാ പോലീസ് എന്നുള്ളത്. അത് ഇതുവരെ ഉണ്ടായിരുന്ന നിയമനങ്ങളെ വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് നിയമനം നൽകണമെന്നാണ് പ്രധാന ആവശ്യം. പ്രധാന ആവശ്യം ഇനി ഒരു 60% പേർക്കെങ്കിലും, ലിസ്റ്റിലെ മൊത്തമായുള്ള ഒരു 60% പേർക്കെങ്കിലും നിയമനം ഇനിയും കിട്ടണം. കാരണം ഒരുപാട് പ്രശ്നങ്ങളും വെച്ച് ഞങ്ങൾ ഫിസിക്കലും പാസ്സായി. 2022 നോട്ടിഫിക്കേഷൻ ഇറങ്ങി, 23-ല് എക്സാമും കഴിഞ്ഞ് ഫിസിക്കലും പാസ്സായി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെ കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് ലേഡീസ് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യം അത്രയും ഗുരുതരമാണെന്നുള്ളത് പിണറായി വിജയൻ സാറിന് തോന്നണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ബിനിൽ, എന്തായാലും ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പോലെ തന്നെയാണ് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പരീക്ഷയും എഴുതി കായികക്ഷമതാ പരീക്ഷയും പാസ്സായിട്ടാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിൽ നിയമനം ഉണ്ടാകുന്നില്ല. സ്ത്രീകളടക്കമുള്ള സംസ്ഥാനത്തുടനീളമുള്ള യുവതികളാണ്, ഈ പട്ടികയിൽപ്പെട്ടിട്ടുള്ള യുവതികളാണ് ഇത്തരത്തിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. വ്യക്തമാണ് ഹാൻസ്, 3 വർഷത്തോളം പഴക്കമുള്ള ഒരു പട്ടികയാണ്. ഉദ്യോഗാർത്ഥി പറയുന്നതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് 12-15 ദിവസം മാത്രമാണ് ഇനി ആ പട്ടികയ്ക്ക് കാലാവധി ഉള്ളൂ. അതിനുള്ളിൽ ഇത്രയധികം നിയമനം നൽകണമെന്നൊരു ആവശ്യമാണ്. എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യം അറിയില്ല. പക്ഷേ അവരുടെ ആവശ്യം ന്യായമാണ്. കാര്യമായ രീതിയിലുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലുള്ള നിയമനം ഉണ്ടായിട്ടില്ല. PSCയിൽ നിന്ന് അപ്പോയിൻമെന്റ് മെമ്മോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹാൻസ് ജോണാണ് വിവരങ്ങൾ നൽകിയത്.